ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഓൾറെഡി തമ്മിലിന് കണ്ട പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇമേജസ് നമുക്ക് ഹൈഡ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ചില ആപ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഇതൊന്നും അല്ലാതെ എല്ലാവരുടെയും ഫോണിൽ ഉള്ളൊരു ഫീച്ചർ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സിമ്പിളാണ്. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വളഞ്ഞ വഴിക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ മറക്കാതെ ഈ വീഡിയോ അവസാനം വരെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ശരിക്കും നമ്മുടെ ഫയൽസിലായിരിക്കുമല്ലോ, ശരിക്കും നമ്മുടെ ഗൂഗിൾ ഫയൽസിലായിരിക്കുമല്ലോ നമ്മുടെ എന്ത് കിടക്കുന്നത്, നമ്മുടെ ഇമേജസ് മൊത്തം കിടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഒരു 2 ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏത് ഫോൾഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഫയൽസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്, അല്ല സോറി, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്തുമ്പോൾ നമുക്ക് ടിക്ക് വരും. ആ ടിക്ക് വരുമ്പോൾ ചിലർക്ക് അവിടുന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. ചിലർക്ക് റൈറ്റ് സൈഡ് കോർണർ 3 ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ഓൾ, ഓപ്പൺ, മൂവ്, കോപ്പി, കംപ്രസ് അങ്ങനെ പറഞ്ഞ ഒരു ഓപ്ഷൻസ് കാണാറില്ലേ നിങ്ങൾ സാധാരണ? അതിൻ്റെ അവിടെ വന്നിട്ട് റീനെയിം എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. റീനെയിം കൊടുത്തിട്ട് നമ്മുടെ റീനെയിമിൻ്റെ പേരുണ്ടല്ലോ, അത് ഈ എഫ് ബി അല്ലെ എവിടെ നിന്നാണോ നമ്മൾ ഡൗൺലോഡ്, ഞാനിത് എഫ് പിന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കാണിച്ചു. അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾ എടുത്തേക്കുന്നത് അത് എടുത്തതിന് ശേഷം, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, അല്ല നിങ്ങൾ ക്യാമറയിൽ നിന്ന് എടുത്തേക്കുന്നതാണെങ്കിൽ എടുത്തതിന് ശേഷം ഈ റീനെയിമിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഡോട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ജസ്റ്റ് നോക്കി കൊടുക്കുക. നോക്കി, ആ ഫോട്ടോ ഹൈഡായി. ഓക്കെ, ഫയൽ റീനെയിംഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചു, ഫോട്ടോ ഹൈഡായി പോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ നമ്മൾ ആവശ്യ ആവശ്യാനുസരണം തിരിച്ചെടുക്കും? അതൊരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ പുറകോട്ട് വരിക. നമ്മുടെ മെയിൻ ഫയൽ മാനേജറിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണും ഒരു ക്ലിക്ക് ചെയ്യുന്ന ട്രാഷ്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സെറ്റിങ്സ്, ഫയൽ മാനേജറിൻ്റെ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിലൊന്ന് പോവാം. നേരെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് ഉണ്ടാവും, ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓണാക്കുക. ഓണാക്കിയിട്ട് നമ്മൾ നേരത്തെ പോയെടുത്ത് നമുക്ക് പോയി നോക്കിയാലോ? ഓക്കെ, നമ്മുടെ നേരത്തെ പോയെടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നോക്കി, ഞാൻ ആ ഹൈഡ് ചെയ്ത ഇമേജ് ഇവിടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അല്ല വേറെ ഒരു ആപ്ലിക്കേഷൻസോ ബാക്കിയുള്ള വളഞ്ഞ വഴി ഒന്നും പോണ്ട. ഇതൊരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.